ഹരേ കൃഷ്ണ. ഇന്നത്തെ സത്സംഗത്തിൽ നമുക്ക് പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാനുള്ള ഒരു വേളയാണ്. ഭഗവാന്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കത് പാരായണം ചെയ്ത് സമർപ്പിക്കാം. അഥ തൃതീയോऽധ്യായഃ. സൂത ഉവാച. ജഗൃഹേ പൗരുഷം രൂപം ഭഗവാൻ മഹദാദിഭിः സംഭൂതം ഷോഡശകലമാദൗ ലോകസിസൃക്ഷയാ യസ്യാംഭസി ശയാനസ്യ യോഗനിദ്രാം വിതന്വതഃ നാഭിഹൃദാംബുജാദാസീത് ബ്രഹ്മാ വിശ്വസൃജാംപതിः യസ്യാവയവസംസ്ഥാനൈ കൽപ്പിതോ ലോകവിസ്തരഃ തദ്വൈ ഭഗവതോ രൂപം വിശുദ്ധം സത്വമൂർജിതം പശ്യന്ത്യതോ രൂപമദഭ്രചക്ഷുഷാ സഹസ്രപാദോരുഭുജാനനാത്ഭുതം സഹസ്രമൂർധശ്രവണാക്ഷിനാസികം സഹസ്രമൗല്യംബരകുണ്ടലോല്ലസത് ഏതന്നാനാവതാരാണാം നിധാനം ബീജമവ്യയം യസ്യാംശാംശേന സൃജ്യന്തെ ദേവതിര്യങ്നരാദയഃ സ ഏവ പ്രഥമം ദേവഃ കൗമാരം സർഗമാസ്ഥിതഃ ചചാര ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യമഖണ്ഡിതം ദ്വിതീയം തു ഭവായാസ്യ രസാതലഗതാം മഹീം ഉദ്ധരിഷ്യന്നുപാദത്ത യജ്ഞേശഃ സൗകരം വപുഃ തൃതീയമൃഷിസർഗം ച ദേവർഷിത്വമുപേത്യ സ തന്ത്രം സാത്വതമാചഷ്ട നൈഷ്കർമ്മ്യം കർമ്മണാം യതഃ തുര്യേ ധർമ്മകലാസർഗേ നരനാരായണാവൃഷി ഭൂത്വാത്മോപശമോപേതമകരോദ്ദുശ്ചരം തപഃ പഞ്ചമഃ കപിലോ നാമ സിദ്ധേശഃ കാലവിപ്ലുതം പ്രോവാചാസുരയേ സാഖ്യം തത്വഗ്രാമവിനിർണയം ഷഷ്ഠേ മത്രേരപത്യത്വം വൃതഃ പ്രാപ്തോനസൂയയാ ആൻവീക്ഷികീമളർക്കായ പ്രഹ്ലാദാദിഭ്യൗചിവാൻ തതഃ സപ്തമാകൂത്യാം രുചേര്യജ്ഞോഭ്യജായത സ യാമാദ്യൈസുരഗണൈരപാത് സ്വായംഭുവാന്തരം അഷ്ടമേ മേരുദേവ്യാം തു നാഭേർജാത ഉരുക്രമഃ ദർശയൻ വർത്മധീരാണാം സർവാശ്രമനമസ്കൃതം ഋഷിഭിര്യാചിതോ ഭേജേ നവമം പാർത്ഥിവം വപുഃ ദുഗ്ധേ മാമൗഷധീർവിപ്രാസ്തേനായം സ ഉശത്തമഃ രൂപം സ ജഗൃഹേ മാത്സ്യം ചാക്ഷുഷോഷദധി സംപ്ലവേ നാവ്യാരോപ്യ മഹീമയ്യാമപാദ്വൈവസ്വതം മനും സുരാസുരാണാമുദധിം മഥ്നതാം മന്ദരാചലം ദധ്രേ കമഠരൂപേണ പൃഷ്ഠ ഏകാദശേ വിഭോ ധാൻവന്തരം ദ്വാദശമം ത്രയോദശമമേവ ച അപായയത് സുരാനന്യാൻ മോഹിന്യാ മോഹയൻ സ്ത്രിയാം ചതുർദശം നാരസിംഹം ബിഭ്രദൈത്യേന്ദ്രമൂർജിതം ദദാരകരജൈർവക്ഷസ്യേരകാം കടകൃദ്യഥാ പഞ്ചദശം വാമനകം കൃത്വാഗാദധ്വരം ബലേ പദത്രയം യാചമാനഃ പ്രത്യാദിത്സുസ്ത്രിവിഷ്ടപം അവതാരേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹോ നൃപാൻ ത്രിസപ്തകൃത്വഃ കുപിതോ നിക്ഷത്രാമകരോന്മഹീം തതഃ സപ്തദശേ ജാതഃ സത്യവത്യാം പരാശരാത് ചക്രേ വേദതരോ ശാഖാ ദൃഷ്ട്വാ പുംസോൽപമേധസഃ നരദേവത്വമാപന്നഃ സുരകാര്യചികീർഷയാ സമുദ്രനിഗ്രഹാദീനി ചക്രേ വീര്യാണ്യതഃ പരം ഏകോനവിംശതിമേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണാവിധി ഭുവോ ഭഗവാനഹരദ്ഭരം തതഃ കലൗ സംപ്രവൃത്തെ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംനാ ജനസുതഃ കീകടേഷു ഭവിഷ്യതി
अथासौ युगसन्ध्यायां दस्युप्रायेषु राजसु जनिता विष्णुयशसो नाम्ना कल्किर्जगत्पति अवतारा ह्यसङ्ख्येया हरेः सत्त्वनिधेर्द्विजाः यथा विदासिनः कुल्या सरसस्युः सहस्रश ऋषयो मानवो देवा मनुपुत्रा महौजस कलाः सर्वे हरेरेव स प्रजापतयस्तथा एते चांशकलाः पुंसः कृष्णस्तु भगवान् स्वयम् इन्द्रारिव्याकुलं लोकं मृडयन्ति युगे युगे जन्मगुह्यं भगवतो य एतत्प्रयतो नर सायं प्रातर्गृणन् भक्त्या दुःखग्रामाद्विमुच्यते एतद्रूपं भगवतो ह्यरूपस्य चिदात्मनः मायागुणैर्विरचितं महदादिभिरात्मने यथा नभसि मेघौ घोरेणुर्वा पार्थिवोऽनिले एवं द्रष्टरि दृश्यत्वमारोपितमबुद्धिभिम् अतः परं यदव्यक्तम् अव्यूढगुणव्यूहितम् अदृष्टाश्रुतवस्तुत्वात् स जीवो यत्पुनर्भवः यत्रे मे सदसद्रूपे प्रतिषिद्धे स्वसंविदाम् अविद्ययात्मनि कृते इति तद्ब्रह्मदर्शनं यद्येषो परता देवी माया वैशारदीमतिः सम्पन्न एवेदि विदुर्महिं निस्वे महीयते एवं जन्मानि कर्माणि ह्यकर्तुरजनस्य च वर्णयन्ति स्म कवयो वेदगुह्यानि हृत्पते स वा इदं विश्वममोघलीलः सृजत्यवत्यत्ति न सज्जतेऽस्मिन् भूतेषु चान्तर्हित आत्मतन्त्रः षड्वर्गिकं जिघ्रति षड्गुणेश न चास्य कश्चिन्निपुणेन धातुरवैति जन्तुः कुमनीषौति नामानि रूपाणि मनोवचोभिः सन्दन्वतो नटचर्यामिवाज्ञः स वेदधातुः पदवीं परस्य दुरन्तवीर्यस्य रथाङ्गपाणे यो मायया सन्ददयानुवृत्त्या भजेत तत्पादसरोजगन्धम् अथेह धन्या भगवन्तैत्थं यद्वासुदेवेऽखिललोकनाथे कुर्वन्ति सर्वात्मकमात्मभावं न यत्र भूयः परिवर्तौग्र इदं भागवतं नाम पुराणं ब्रह्मसंहितम् उत्तमश्लोकचरितं चकार भगवान् ऋषिः निःश्रेयसाय लोकस्य धन्यं स्वस्त्ययनं महत् तदिदं ग्राहयामास सुतमात्मवतां वरम् सर्ववेदेतिहासानां सारं समुद्धृतं स तु संश्रावयामास महाराजं परीक्षितं प्रायोपविष्टं गङ्गायां परीतं परमर्षिभिः कृष्णे स्वधामोपगते धर्मज्ञानादिभिः सह कलौ नष्टदृशामेष पुराणार्कोऽधुनोदितः तत्र कीर्तयतो विप्रशेर्भूरि तेजस अहं चाध्यगमं तत्र निविष्टस्तदनुग्रहात् सोऽहं वः श्रावयिष्यामि यथाधीतं यथामति इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां प्रथमस्कन्धे नैमिषीयोपाख्याने तृतीयोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द अथ चतुर्थोऽध्यायः व्यास उवाच इति ब्रुवाणं संस्तूय मुनीनां दीर्घसत्रिणां वृद्धः कुलपतिः सूतं बह्वृचः शौनकोऽब्रवीत् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द. അടുത്ത സത്സംഗത്തിൽ നമുക്ക് ഭഗവാൻ അനുഗ്രഹിച്ചാൽ 4-ാമത്തെ അധ്യായം ഒന്ന് അർത്ഥവിചാരം ചെയ്യുവാൻ ശ്രമിക്കാമെന്ന് കരുതുന്നു. ഭഗവാൻ ഇതുവരെ പറയിപ്പിച്ച എല്ലാ വാക്കുകളും ഭഗവാന്റെ ഒരു ദയാദാക്ഷിണ്യം മാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ കൃപ കൊണ്ട് ഈ ഉള്ളവളുടെ നാവിലൂടെ വന്ന ഓരോ വാക്കും അവിടത്തേക്കുള്ള അർച്ചനാ പുഷ്പങ്ങളായി സമർപ്പിച്ചുകൊള്ളട്ടെ ഭഗവാനെ.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.